നമ്മുടെ അനുദിന ജീവിതത്തിൽ സഹനങ്ങളും ദുഃഖങ്ങളും വേദനകളുമെല്ലാം കടന്നു വരുമ്പോൾ സന്തോഷത്തോടെ നമ്മൾ സ്വീകരിക്കുമ്പോഴാണ് നിത്യജീവന്റെ കിരീടം നമുക്ക് കിട്ടുന്നത്. എൽറോയ് മീഡിയ മിനിസ്ട്രിയുടെ ആഭിമുഖ്യത്തിൽ ജീവന്റെ കിരീടം എന്ന പേരിൽ ഗുഡ്നസ് ടിവിയിലൂടെ സംപ്രേഷണം ചെയ്യുന്ന ഈ ആത്മീയ അനുഭവ പരമ്പരയ്ക്ക് എല്ലാ ദൈവാനുഗ്രഹങ്ങളും കൃപകളും ആശംസിക്കുന്നു. ആധ്യാത്മിക ജീവിതത്തിലേക്ക് കടന്നു വരുന്നവർക്ക് പരിശുദ്ധാത്മ അഭിഷേക വഴികളിൽ അനുഭവപ്പെടുന്ന വ്യത്യസ്തങ്ങളായ യാഥാർത്ഥ്യങ്ങളെ തിരുസഭയുടെ പഠനങ്ങളുടെയും സുവിശേഷ മൂല്യങ്ങളുടെയും വെളിച്ചത്തിൽ മനസ്സിലാക്കുന്നതിന് ഈ പഠന പരമ്പര സഭാംഗങ്ങൾക്ക് അനുഗ്രഹമാകും. ജീവന്റെ കിരീടം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയ പ്രേക്ഷകരെ, ജീവന്റെ കിരീടം എന്നീ പ്രോഗ്രാമിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ കാണുവാൻ പോകുന്ന ഈ ഒരു എപ്പിസോഡ് പുതുപുത്തൻ ആവിഷ്കാരങ്ങളിലൂടെയും പുതിയ ചിന്തകളിലൂടെയും നമ്മളെ നയിക്കുന്നതാണ്. ജീവന്റെ കിരീടം എന്ന ഈ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് ഏവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ആഹാ, നിങ്ങൾ വന്നു അല്ലേ? എന്തിയാ നമ്മുടെ സെലിനും സാവിയും ഒക്കെ? എന്ത് ചെയ്യാനാങ്കിളേ, ഞങ്ങൾ ഇവിടെ എത്തിയിട്ട് കുറെ നേരമായി, ഇതുവരെ അവരെത്തിയിട്ടില്ല. ഞങ്ങൾ കുറെ നേരം ഇവിടെ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട്. ഓ, അതൊന്നും സാരമില്ലെന്നേ, ഇതല്ലേ അവരുടെ വീട്, നമുക്ക് അങ്ങോട്ട് ചെല്ലാം. നമുക്ക് പോവാം. ആ ശരി. പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലതായിരുന്നു. അപ്പം അടുത്ത പ്രാവശ്യം ഫുൾ മാർക്ക് മേടിക്കണ്ടേ? കിട്ടുമോ? നന്നായിട്ട് വരണം, ഉഷാറാകണം. വേണ്ടേ? വേണം. ആ, വീട്ടിൽ പപ്പി എങ്ങനെ എടുക്കുന്നത്? സുഖമായിട്ടിരിക്കുന്നു. പട്ടി കൂട്ടിലാ ഉള്ളതേ, അതുകൊണ്ട് നമ്മൾ പേടിക്കൊന്നും വേണ്ട. അവരവിടെ ഇല്ലല്ലോ, കാണുന്നില്ലല്ലോ പുറത്താരെയും, അല്ലേ? ഡോർ അടച്ചിട്ടിരിക്കുവാണല്ലോ. അത് ശരിയാണല്ലോ. എവിടെ പോയായിരിക്കും ഇനി അത്? നമുക്ക് ബെല്ലടിച്ച് നോക്കാം. ഒന്ന് ബെല്ലടിച്ച് നോക്കി. അങ്കിള് വന്നോ? ഞങ്ങള് വരാൻ തുടങ്ങുമായിരുന്നു. അങ്കിളെ, ഞങ്ങൾ ഒരുങ്ങി കഴിഞ്ഞു. പപ്പയും അമ്മ ഇവിടെ ഇല്ലായിരുന്നു, അതുകൊണ്ട് അല്പം താമസിച്ചു പോയി. അതൊന്നും സാരമില്ലതേ, അതുകൊണ്ടല്ലേ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്, അല്ലേ ഇവനെ? അതെ അങ്കിളെ, നിങ്ങൾ ഏതായാലും വന്നതല്ലേ, നമുക്കൊരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് പോകാം. അത് ശരിയാ. ഏതായാലും നമുക്ക് സെലിന്റെ വക ഒരു ചായയും കൂടെ കുടിച്ചിട്ടൊക്കെ പോകാം. അത് പൊളിക്കും. അങ്കിളെ, എന്നാ നമുക്ക് അകത്തിരിക്കാം. അങ്കിളെ, ചായ കുടിക്കും. സൂപ്പറായിരിക്കുന്നു കേട്ടോ, അഭിനന്ദനങ്ങൾ. വല്ലപ്പോഴൊക്കെ ചായ എടുക്കാറുണ്ടല്ലേ? ആ, അങ്ങനെ പണിയൊക്കെ വീട്ടിലെ മമ്മിയൊക്കെ സഹായിച്ച് പഠിക്കണം. നല്ല പിള്ളേർ അങ്ങനെയാണ്, അല്ലേ? അങ്ങനെ ചെയ്യാറുണ്ടോ വീട്ടില്? ഇടയ്ക്ക്. അകതെയോ? ചെയ്യാറുണ്ട്. കൊള്ളാം, എടുക്കരുത് കേട്ടോ. അപ്പോൾ ചായ നന്നായിരുന്നു. ഒരു പണി ചെയ്താലോ, നമുക്കിവിടെ തന്നെ ഇരുന്ന് സെലിന്റെ സംശയമൊക്കെ തീർത്താലോ? അത് മതി അങ്കിളെ. ആ, എന്നാ പിന്നെ സെലിൻ തന്നെ തുടങ്ങിക്കോ. സെലിനത് വലിയ സംശയം ഉണ്ടെന്നല്ലേ പറഞ്ഞത്, ആ സംശയം അങ്ങ് തീർക്കാം. അങ്കിളെ, ഞാൻ പറയാൻ വന്ന സംശയം, ഈ മാനുവൽ ബുക്ക് ഉണ്ടല്ലോ, സുഗന്ധ ഡയറി, ഇതിൽ പൂരിപ്പിക്കണം എന്ന് പറയുന്നില്ലേ, അതിന്റെ ആവശ്യം എന്താണ്? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഞങ്ങൾക്ക് നല്ലത് തോന്നുന്നു. ഞാനിത് ഏറെക്കുറെ ഒക്കെ ചെയ്യാറുണ്ട്, എന്നാലും ഇത് വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല.
പണ്ടൊക്കെ ഇത് ചെയ്യാറുണ്ടായിരുന്നല്ലോ, ഇപ്പോൾ ഇതിൻ്റെ ആവശ്യകതയുണ്ടോ? നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. പലരും ഇങ്ങനെയാണ് ഇതിനെക്കുറിച്ചൊക്കെ ചോദിക്കാറുണ്ട്. ഏതായാലും നമുക്ക് അതിനെക്കുറിച്ച് തന്നെ ഇന്ന് സംസാരിക്കാം. ഏതൊരു കാര്യവും അതാദ്യം വിഭാവന ചെയ്യുന്നവർ എന്താണ് ആഗ്രഹിച്ചിരിക്കുന്നത് അഥവാ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് അതിൻ്റെയൊക്കെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അങ്കിൾ, ആരാണ് ഈ സുഹൃത ഡയറിക്ക് തുടക്കം കുറിച്ചത്? പറയാം. നമ്മുടെ കേരളത്തിൻ്റെ വിശുദ്ധയായ ചെറുപുഷ്പം ശില എന്ന സംഘടനയ്ക്ക് തുടക്കം കുറിക്കുവാൻ കാരണമായ അൽഫോൻസാമ്മയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളുടെ കുഞ്ഞേട്ടൻ, അറിയാമല്ലോ അല്ലേ, കുഞ്ഞേട്ടൻ്റെ പ്രായോഗിക ബുദ്ധിയും അതോടൊപ്പം തന്നെ മാലിപ്പറമ്പിൽ അച്ഛൻ്റെ പ്രോത്സാഹനവും ചേർന്നാണ് ഈ സുഹൃത ഡയറി ആരംഭിക്കുന്നത്. അങ്കിൾ, ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ട്. പറയാം. 2 ലക്ഷ്യങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട്. ഏതൊക്കെയാണ് അങ്കിളെ ലക്ഷ്യങ്ങൾ? നമ്മുടെ കുഞ്ഞേട്ടൻ കുട്ടികളെ കാണുമ്പോൾ അവരോട് പറയും, വിശുദ്ധനാകണം, വിശുദ്ധയാകണം, സ്വർഗത്തിൽ പോകണമെന്നൊക്കെ. അപ്പോൾ സ്വർഗത്തിൽ പോകുവാൻ നമ്മളെ ഈ ലോകത്ത് പരിശീലിപ്പിക്കുന്നതിന് വേണ്ടിയാണ് കുഞ്ഞേട്ടൻ ഈ സുഹൃത ഡയറി എന്ന ഈ പുസ്തകം രൂപം ചെയ്തത്. 2 ലക്ഷ്യങ്ങളാണ് ഈ സുഹൃത ഡയറിക്ക് പിന്നിലുള്ളത്. ഒന്ന്, അതിനകത്ത് ഓരോ സുഹൃത്തുക്കളെക്കുറിച്ച് നമുക്ക് പറയാം. അതിലൂടെ നമ്മളുടെ ഓരോരുത്തരുടെയും ആത്മീയ ജീവിതം നമുക്ക് തന്നെ ആത്മശോധന ചെയ്യുവാനും ഓരോ പ്രാവശ്യവും അത് കുറച്ചുകൂടെ മെച്ചപ്പെടുത്തുവാനും ഈ സുഹൃത ഡയറി നമ്മളെ സഹായിക്കുന്നുണ്ട്. അങ്കിളെ, ഒന്നും കൂടെ ഒന്ന് വ്യക്തമാക്കാവോ? വ്യക്തമാക്കാവല്ലോ. അതിനു മുമ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യവും കൂടെ പറയാനുണ്ട്. അതെന്താണ്? ഈശോ സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുൻപ് തൻ്റെ അപ്പസ്തോലന്മാരെല്ലാം വിളിച്ചു ചേർത്തുകൊണ്ട് പറയുന്ന ഒരു വലിയ കാര്യമുണ്ട്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിലെ 16-ാം അധ്യായം 14 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങളിൽ അത് വ്യക്തമായിട്ടുണ്ട്. ആർക്കാണ് ആ വചനഭാഗം ഒന്ന് വായിക്കാൻ പറ്റുന്നത്? ഞാൻ വായിക്കാം. അങ്കിളെ, ഞാൻ വായിക്കാം. ഓ, എല്ലാവർക്കും വായിക്കാൻ ആഗ്രഹമുണ്ട്, ഇഷ്ടമുണ്ട്. മനസ്സിലായി. നിങ്ങൾക്ക് ദൈവവചനം വായിക്കാൻ എല്ലാവർക്കും വളരെ താല്പര്യം, ആഗ്രഹമുണ്ടെന്ന് മനസ്സിലാക്കി. ഏതായാലും നമുക്കൊരു കാര്യം ചെയ്യാം. ആ കഥ അതൊന്ന് വായിക്കാമോ? പിന്നീട് അവർ 11 പേർ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. ഉയർപ്പിക്കപ്പെട്ടതിനു ശേഷം തന്നെ കണ്ടവരെ വിശ്വസിക്കാത്തത് നിമിത്തം അവരുടെ വിശ്വാസരാഹിത്യത്തെയും ഹൃദയകാഠിന്യത്തെയും അവൻ കുറ്റപ്പെടുത്തി. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. വിശ്വസിക്കുന്നവരോട് കൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ എൻ്റെ നാമത്തിൽ പിശാചുകളെ ബഹിഷ്കരിക്കും, പുതിയ ഭാഷകൾ സംസാരിക്കും, അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും, മാരകമായ എന്തു കുടിച്ചാലും അത് അവരെ ഉപദ്രവിക്കുകയില്ല. അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും, അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും. സ്നേഹമുള്ള കുട്ടികളെ, ഈശോ ഈ ലോകത്തിലേക്ക് വന്നത് എന്തിനാണെന്നും അത് ഇനിയും തൻ്റെ ശിഷ്യന്മാരിലൂടെ അപ്പസ്തോലന്മാരിലൂടെ ലോകാവസാനം വരെ തുടരേണ്ടതിൻ്റെയും ലക്ഷ്യങ്ങളും ഓരോ ശിഷ്യരും ചെയ്യേണ്ടത് എന്താണെന്നും ഈശോ ഇവിടെ വ്യക്തമായിട്ട് പറയുകയാണ്. മർക്കോസ് 16:15. ഇതാണ് യഥാർത്ഥത്തിൽ സഭയുടെ ദൗത്യം. മിഷൻ ലീഗിൻ്റെയും ദൗത്യം അതുതന്നെയാണ്. അതൊന്ന് വായിക്കാവോ? നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. അപ്പോൾ ഈ തിരുവചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് സഭയിൽ എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നു നമുക്ക് അവിടെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കുന്നു, അല്ലേ? പിശാചുക്കളെ ബഹിഷ്കരിക്കുക, രോഗികൾക്ക് സൗഖ്യം നൽകുക, സുവിശേഷം പ്രസംഗിക്കുക, ജീവിതത്തിൽ സാക്ഷ്യം വഹിക്കുക, ഇതെല്ലാം ഇന്ന് സഭയിലൂടെ തുടർന്നു കൊണ്ടുപോകുന്നു. അപ്പോൾ നമ്മൾ സഭയുടെ ആ ദൗത്യം തന്നെയാണ് മിഷൻ ലീഗിന്റെയും പ്രേരക ശക്തി എന്ന് പറയുന്നത്. ഇനി ഇതോടൊപ്പം തന്നെ ഈശോ നൽകുന്ന മറ്റൊരു കൽപ്പനയുണ്ട്. നമുക്കറിയാം, ഈശോ എവിടെയാണ് ജനിച്ചത്? ബെത്ലഹേമിൽ. ബെത്ലഹേം എന്ന് പറയുന്നത് അപ്പത്തിന്റെ ഭവനമാണ്. അപ്പോൾ യഥാർത്ഥത്തില് ഈശോ വന്നത് നമുക്കൊക്കെ അപ്പമാകുവാൻ വേണ്ടിയാണ്. നമുക്കത് വിശ്വാസത്തിൽ നിന്ന് വായിച്ചു കേൾക്കാം. അകത അതൊന്ന് വായിക്കൂ. പിന്നെ അവൻ അപ്പം എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് മുറിച്ച് അവർക്ക് കൊടുത്തു
അവരോട് അരുൾ ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എന്റെ ശരീരമാണ്. എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുന്നു. ഈശോ എന്താ പറയുന്നത്? എൻ്റെ ഓർമ്മയ്ക്ക്. ഈശോയുടെ ഓർമ്മ നമ്മൾ ഓരോ നിമിഷവും പുതുക്കുന്നത് എവിടെയാണ്? വിശുദ്ധ ബലിയിലാണ്. അപ്പോൾ ഓരോ മിഷനീകാരണവും നമുക്ക് പ്രത്യേകമായിട്ട് ദൗത്യം നൽകുകയാണ് ഈ വിശുദ്ധ ബലിയിൽ നമ്മൾ പങ്കെടുക്കുക എന്നുള്ളത്, അല്ലെ? ഏറ്റവും പ്രധാനപ്പെട്ട ഈശോ അതിനുവേണ്ടിയാണ് ഈ ലോകത്തിലേക്ക് വന്നത്, നമുക്ക് അപ്പമായി തീരുവാൻ, നിത്യജീവനിലേക്ക് നമുക്ക് യാത്രയിൽ നമുക്ക് ശക്തി പകരുവാൻ വേണ്ടി ഈശോ അപ്പമായി തീർന്നു, ജീവന്റെ അപ്പമായി തീർന്നു. അങ്കിളെ 3 കൽപ്പനയുണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പൊ മൂന്നാമത്തെ ഏതാണ്? ശരിയാണ്, അതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് സുഹൃത ഡയറിയുടെ കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തില് 13-ാം അധ്യായത്തില് 34, 35 തിരുവചനങ്ങൾ ഈശോ നൽകുന്ന മറ്റൊരു കൽപ്പനയാണ്. അതെന്താണെന്ന് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കാം. ഞാൻ പുതിയൊരു കൽപ്പന നിങ്ങൾക്ക് നൽകുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് അതുമൂലം ലോകം അറിയും, എല്ലാവരും അറിയും. അപ്പോൾ ഈശോയുടെ ശിഷ്യന്മാരെ ആരാണെന്നുള്ള തിരിച്ചറിയുന്നത് എന്തിലൂടെയാണെന്നാണ് പറഞ്ഞത്? സ്നേഹത്തിലൂടെ. സ്നേഹത്തിൽ പരസ്പരം സ്നേഹിക്കുമ്പോൾ. അപ്പൊ ഈശോ ഇവിടെ നൽകുന്ന പ്രധാനപ്പെട്ട ഒരു കൽപ്പന എന്താണ്? സ്നേഹിക്കുക. ഈശോ നമ്മളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുക. ഈശോ നമ്മളെ എങ്ങനെയാ സ്നേഹിച്ച്? ഈശോ വളരെ നമുക്കറിയാൻ സാധിക്കും, അന്ത്യത്താഴ സമയത്തിന് മുമ്പ് ഈശോ ഏറ്റവും വിനീതനായി തൻ്റെ ശിഷ്യന്മാരുടെ മുമ്പിൽ മുട്ടുകുത്തിക്കൊണ്ട് താളത്തിൽ വെള്ളമെടുത്ത് അവരുടെ പാദങ്ങൾ കഴുകി ചുംബിച്ചുകൊണ്ടാണ് ഈശോ പറയുന്നത്, ഇതാണ് സ്നേഹത്തിൻ്റെ മാതൃക. അപ്പോൾ നമ്മൾ സ്നേഹിക്കുന്നത് കൊണ്ടാണ് മറ്റുള്ളവര് ഈ വ്യക്തി ഒരു ക്രിസ്ത്യാനിയാണെന്ന് അറിയേണ്ടത്. നമുക്കറിയാം, ഈശോ എല്ലാവരെയും സ്നേഹിക്കുകയാണ് ചെയ്തത്, ശത്രുക്കളെ പോലും ഈശോ സ്നേഹിക്കുകയാണ് ചെയ്തത്, അല്ലേ? ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ച് നമുക്കറിയാം. കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ പറഞ്ഞത് എന്താണ്? പിതാവേ, ഇവർ ചെയ്യുന്ന എന്താണെന്ന് ഇവർ അറിയുന്നില്ല, അതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന്. ഇത് നമ്മൾ മുദ്രാവാക്യം നമ്മൾ ആദ്യം പറയുന്നത് സ്നേഹമാണ്. ആ സ്നേഹം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടതാണ് ഈശോ നമ്മളെ പഠിപ്പിച്ച, നമുക്ക് നൽകിയ കൽപ്പന. ഈശോ എന്തായാലും പറയുന്നത്, ഞാൻ ഒരു പുതിയ കൽപ്പന നിങ്ങൾക്ക് തരുന്നു. പ്രിയപ്പെട്ട മക്കളെ, ഒരു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയും ഈ കൽപ്പന പാലിക്കാൻ നിർബന്ധിതരാണ്. അപ്പോൾ ഈ സ്നേഹമാണ് നമ്മളെ തിരിച്ചറിയാനുള്ള അടയാളം. ഇനി നമുക്ക് സുഹൃത ഡയറിയിലെ ഓരോ സുഹൃത്തുക്കളെക്കുറിച്ചും നമുക്ക് പോകാം. അപ്പോൾ ഈ 3 കാര്യങ്ങൾ: 1, നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. 2, നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. 3, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ഈ 3 കാര്യങ്ങളും നമ്മളുടെ സംഘടനയുടെ ലക്ഷ്യത്തിലും മുദ്രാവാക്യത്തിലും സുഹൃത ഡയറിയിലുമൊക്കെയായി നമ്മൾ അനുവർത്തിക്കുന്നു. നോക്കിയേ നമ്മുടെ സംഘടന എത്ര ശ്രേഷ്ഠമാണെന്ന്. അപ്പോൾ ഇനി നമുക്ക് സുഹൃത ഡയറിയിലെ ഓരോ സുഹൃത്തുക്കളെക്കുറിച്ചും ഒന്ന് വിശദമായിട്ട് പഠിക്കാം. നമ്മൾ പറഞ്ഞല്ലോ, സുഹൃത ഡയറിയിൽ നമ്മൾ ഒരു ലക്ഷ്യമെന്ന് പറഞ്ഞത് എന്നതാണ്? ഓർക്കുന്നുണ്ടോ? നമ്മുടെ ആത്മീയ ജീവിതം നമുക്ക് തന്നെ വിലയിരുത്തുന്നതിനും പരിശോധിക്കുന്നതിനും ആ ആത്മീയ ജീവിതത്തെ ഓരോ ദിവസവും ഉയർത്തിക്കൊണ്ടുവരുന്നതിനും വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു പുസ്തകമാണ്, അഥവാ ഒരു ഡയറിയാണ് സുഹൃത ഡയറി. അതിലെ ആദ്യത്തെ സുഹൃതം ഏതാണെന്ന് ഓർക്കുന്നുണ്ടോ ആരെങ്കിലും? ദിവ്യബലി അല്ലേ അങ്കിൾ? തീർച്ചയായും കറക്റ്റ്, ദിവ്യബലി. മക്കളെ, ഇതിനെക്കുറിച്ച് ഓർക്കുമ്പം നമ്മൾ നേരത്തെ കണ്ടതാണ് ഈശോ പറഞ്ഞ കൽപ്പന, ഇല്ലേ? എൻ്റെ നാമത്തിൽ ഒരുമിച്ച് ചേരുമ്പോൾ നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യണം. ഇത് ക്രിസ്ത്യാനിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. നമുക്കറിയാൻ സാധിക്കുമോ, ആദ്യകാലത്ത് ആദിമ സഭയിൽ ആൾക്കാർ വധിക്കപ്പെട്ടതിൻ്റെ ഒരു പ്രധാന കാരണം ഈ വിശുദ്ധ ബലിയാണ്. അവർ പറയുമായിരുന്നു, ഇവർ ആദിമ സഭയിലുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ തൻ്റെ ജീവൻ പോയാലും ആ ബലിയിൽ പങ്കെടുക്കുമായിരുന്നു. നമ്മുടെ വിശുദ്ധ ബലിയിൽ ലാസ്റ്റ് പ്രാർത്ഥനയില്ലേ, ഇനിയൊരു ബലി അർപ്പിക്കാൻ വരുമോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ. ഇത് യഥാർത്ഥത്തിൽ ആദിമ ക്രൈസ്തവരെ അവരുടെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു. അപ്പോൾ നമ്മൾ ഓർക്കണം,
യഥാർത്ഥത്തിൽ ഈ വിശുദ്ധ ബലി ഇന്നും നമ്മൾ മനസ്സിലാക്കിയിട്ടാണോ പോകുന്നത് നമുക്കറിയില്ല. ഈ വിശുദ്ധ ബലിയെക്കുറിച്ച് നിങ്ങൾ വീട്ടിൽ ചെന്ന് ശരിക്കും വായിക്കണം. വിശുദ്ധ ഗ്രന്ഥത്തിലെ വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിലെ 6-ാം അധ്യായം അത് വിശുദ്ധ ബലിയെക്കുറിച്ചാണ് പറയുന്നത്, അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്. ആ 6-ാം അധ്യായത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നുണ്ട്. ഈശോ നമ്മളോട് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇതാണ്: സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രൻ്റെ ശരീരം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല. അപ്പോൾ നമുക്ക് നിത്യജീവൻ ഉണ്ടാകുവാൻ വേണ്ടിയാണ് ഈശോ അപ്പമായി ഈ ലോകത്തിൽ വന്ന് പെസഹ ദിനത്തിൽ അപ്പമായി നമുക്ക് നൽകിയത്. മക്കളെ, ആ ഒരു പ്രാധാന്യത്തോടു കൂടെ വേണം ഓരോ വിശുദ്ധ ബലിയിലും പങ്കെടുക്കുവാൻ വേണ്ടി. നമ്മൾ ഈ സുഹൃത്തുക്കളെ പൂരിപ്പിക്കുമ്പോൾ ഇന്ന് ഒരു വിശുദ്ധ ബലിയിൽ പങ്കെടുത്തുവെങ്കിൽ അടുത്ത ഒരു വിശുദ്ധ ബലിയിൽ കുറച്ചും കൂടെ യോഗ്യതയോടെ, കുറച്ചുകൂടെ വിശുദ്ധിയോടെ പങ്കെടുക്കാൻ സാധിക്കുമോ? ഈ ആഴ്ചയിൽ ഒരു വിശുദ്ധ ബലിയിലെ പങ്കെടുത്തുള്ളെങ്കിൽ അടുത്ത ആഴ്ച അത് 2 ആക്കാൻ പറ്റുമോ? ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിൽ രണ്ടാമത്തെ സുഹൃത്ത് ഏതാണെന്ന് ആർക്ക് പറയാം? ദിവ്യകാരുണ്യ സ്വീകരണമല്ലെങ്കിൽ? അതെ, ദിവ്യകാരുണ്യ സ്വീകരണമാണ്. വിശുദ്ധ ബലി എന്ന് പറയുന്നത് അത് ബലിയും വിരുന്നുമാണ്. എന്താണ്? വിരുന്നുമാണ്. ഒരേ സമയം ബലിയാണ്, അത് വിരുന്നുമാണ്. എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ മനസ്സിലാക്കി. നമ്മളിവിടെ വന്നപ്പോൾ സെലിൻ ഭംഗിയായിട്ട് ചായ വെച്ച് തന്നു, സാവിയോയും കൂടെ നമ്മളെ സ്വീകരിച്ചു. ഞാൻ പറയട്ടെ, നമ്മൾ അവരെ ചായ എടുത്തു വെച്ചു, ആ പലഹാരങ്ങൾ എടുത്തു വെച്ചു കഴിഞ്ഞ് നമ്മളെ ക്ഷണിച്ചു. നമ്മളത് കഴിക്കാതെ പോരുകയാണെങ്കിൽ സെലിന് എന്തു തോന്നും? സങ്കടം തോന്നും, അല്ലേ? സ്നേഹമുള്ള കുട്ടികളെ, നമ്മൾ വിശുദ്ധ ബലിയിൽ പങ്കെടുത്തിട്ട് ആ ബലിയിൽ ഈശോ ഇതെൻ്റെ ശരീരമാണ്, ഇതെൻ്റെ രക്തമാണെന്ന് പറഞ്ഞ് നമുക്കത് എടുത്തു തരുമ്പോൾ അത് സ്വീകരിക്കാതെ, എന്ന് പറഞ്ഞാൽ ആ വിരുന്ന് നമ്മൾ നിഷേധിച്ചുകൊണ്ട് ഇറങ്ങിപ്പോരുമ്പോൾ സെലിൻ പറഞ്ഞതുപോലെ ഒരാൾ കരയുന്നുണ്ട്, ഈശോ. കാരണം ഈശോ എന്തിനു വേണ്ടിയാണ് തൻ്റെ ശരീരവും രക്തവും നമുക്ക് ഭക്ഷണം പാനീയമായിട്ട് വിഭജിച്ച് മുറിച്ച് തന്നത്? നമുക്ക് ജീവൻ ഉണ്ടാകുവാൻ വേണ്ടി. ഈശോ നമ്മെ അത്രമാത്രം സ്നേഹിക്കുന്നതുകൊണ്ടാണ് വിശുദ്ധ ബലിയിലൂടെ തൻ്റെ ശരീരവും രക്തവും നമുക്ക് ഭക്ഷണവും പാനീയവുമായി തരുന്നത്. അപ്പോൾ അത് നമ്മൾ സ്വീകരിക്കാതെ പോകുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ എന്തുമാത്രം തെറ്റാണ് ഈശോയോട് ചെയ്യുന്നത്. ഈശോ എന്തുമാത്രം വേദനിക്കുന്നു. ഈശോ നമുക്ക് അപ്പമാകാൻ വേണ്ടി തന്നെയാണ് ഈ ലോകത്തിലേക്ക് വന്ന് ഈ പീഡകളെല്ലാം സഹിച്ച് ബലിയായി തീർന്നത് നമുക്ക് വിരുന്നാകാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഈ ദിവ്യകാരുണ്യ സ്വീകരണത്തെക്കുറിച്ച് നമ്മൾ ഓർക്കുമ്പം അതിൽ പറയാതെ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്നതാണെന്നറിയാവോ? പരിശുദ്ധ കുമ്പസാരത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നുണ്ട്. അത് നമ്മൾ അതിനകത്ത് പറയുന്നില്ലെങ്കിലും ഓരോ ദിവ്യകാരുണ്യം സ്വീകരിക്കുമ്പോഴും ഓരോ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുമ്പോൾ പോലും നമ്മൾ ഓർക്കണം, നമ്മൾ വിശുദ്ധിയോടെയാണോ പങ്കെടുക്കുന്നതെന്ന്. നമ്മൾ യോഗ്യതയോടെയാണോ ഈ വിശുദ്ധ ബലി അർപ്പിക്കാൻ വേണ്ടി പോകുന്നത്? ഇല്ലേ? ഈശോയുടെ കൂടെ യോഗ്യതയില്ലാതെ ഒരാൾ ആ വിശുദ്ധ ബലി പങ്കെടുത്തു. ആരാണ്? യൂദാസ് പങ്കെടുത്തു. അപ്പോൾ എന്താണ്? വിശുദ്ധ ബലിക്ക് വരുമ്പോൾ ഈ ദിവ്യകാരുണ്യ സ്വീകരണത്തെ കുറിച്ച് പറയുമ്പോൾ അത് യോഗ്യതയോടെ സ്വീകരിക്കാൻ സഭ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, മാസത്തിൽ ഒരിക്കലെങ്കിലും കുമ്പസാരിച്ച് വിശുദ്ധിയോടെ വേണം വിശുദ്ധ ബലി അർപ്പിക്കാനും ദിവ്യകാരുണ്യം സ്വീകരിക്കാനും. പിന്നെ അടുത്ത മൂന്നാമത്തെ സുഹൃത്ത് എന്താണ്? ജപമാലയല്ലേ? ജപമാലയാണ്. ഓരോ വ്യക്തിയും വിശ്വാസത്തിലേക്ക് കൂടുതൽ ആഴപ്പെടുവാനും ഈശോയുടെ അടുക്കിലേക്ക് നമുക്ക് എത്തിച്ചേരുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മധ്യസ്ഥയാണ് പരിശുദ്ധ അമ്മ. അമ്മയിലൂടെയാണ് നമ്മൾ ഈശോയിലേക്ക് എത്തിച്ചേർന്നത്. അമ്മ നമുക്ക് നൽകിയ വലിയൊരു സമ്മാനമാണ് ജപമാല. എല്ലാ വിശുദ്ധരും ജപമാലയെ സ്നേഹിച്ചവരാണ്, ജപമാലയിലൂടെ വിശുദ്ധി പ്രാപിച്ചവരാണ്. അപ്പോൾ ഒരു ദിവസം എത്ര ജപമാല നമുക്ക് ചെല്ലാൻ സാധിക്കും? ഒരാഴ്ച 6 അല്ലെങ്കിൽ 7 ജപമാലയുള്ളെങ്കിൽ നമ്മളത് അടുത്ത ആഴ്ച നമ്മളിങ്ങനെ ചിന്തിക്കണം, ഒരു ദിവസം ഒരു ജപമാല കൂടി എനിക്ക് അധികം ചെല്ലാൻ പറ്റുമോ? 1നെ 2 ആക്കാൻ പറ്റുമോ? 2നെ 3 ആക്കാൻ പറ്റുമോ?
ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ജപമാല എന്ന് പറയുന്നത് ഒരേ സമയം അത് ആഭരണമാണ്, ആയുധമാണ്, തിന്മയ്ക്കെതിരെയുള്ള ശക്തമായ ആയുധമാണ്. അടുത്ത സുഹൃത്ത് എന്താണ്? വിശുദ്ധ കുർബാന സന്ദർശനം. വിശുദ്ധ കുർബാന സന്ദർശനം. നമ്മൾ വിശുദ്ധനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞാണല്ലോ, ഈശോ ദേവാലയത്തില് പരിശുദ്ധ സക്രാരിയില് നമ്മളെ കാത്തിരിക്കുകയാണ്. എപ്പോഴായിരിക്കും ശരിക്കും നമ്മളെ കുറിച്ച് എപ്പോഴാണ് ഐവനൊന്ന് വരുന്നത്, എപ്പോഴാണ് സാവിയോ ഒന്ന് വരുന്നത് എന്നൊക്കെ ഈശോ ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ സക്രാരിയിൽ ദേവാലയത്തിൽ നമ്മളെ കാത്തിരിക്കുന്ന ഈശോയുടെ അടുക്കൽ ചെന്നിട്ട് ഈശോയെ ഞാനിതാ ഇവിടെ ഉണ്ട്, ഞാൻ വന്നിരിക്കുന്നു. ഒരുപാട് പ്രാർത്ഥിക്കാൻ ഒന്നും പറ്റിയില്ലേലും മക്കളെ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് സ്കൂളിലൊക്കെ പോകുമ്പോഴോ യാത്രയ്ക്കൊക്കെ പോകുമ്പോഴോ ദേവാലയം ഉണ്ടെങ്കിൽ അവിടെ ഒന്ന് കയറി 1 മിനിറ്റ് അത്രയും മതി. ഈശോ അത്രയും ആഗ്രഹിക്കുന്നുള്ളൂ. ഒന്ന് ശാന്തമായിരുന്നുകൊണ്ട് ഇനി വേറെ ഒന്നും പ്രാർത്ഥിക്കാനില്ലേലും ഈശോയെ നന്ദി കേട്ടോ, ഈശോ ഞാനിവിടെ വന്നിട്ടുണ്ട്, ഈശോയെ എന്നെ അനുഗ്രഹിക്കണം കേട്ടോ, നീ എനിക്ക് തന്ന എല്ലാ നന്മകളും ഓർത്ത് നന്ദി പറയുന്നു ഈശോയെ. അത്രയെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞ് ആ ഈശോയുടെ അടുക്കലൊരു അല്പസമയം ഒന്ന് ഇരുന്നിട്ട് നമുക്ക് പോകുമ്പോൾ എന്തൊരു ഉഷാറായിരിക്കും അറിയോ, എന്തൊരു എനർജി ആയിരിക്കും അറിയോ ഈശോ നമുക്ക് നൽകുന്നത്. ആ ഒരു ആത്മാവിൻ്റെ ശക്തി നമുക്ക് ലഭിക്കും. ഇതിന് ഈശോ നമ്മളെ കാത്തിരിക്കണം. അപ്പോൾ നമ്മളോട് പറയുകയാണ്, നിനക്ക് സാധിക്കുന്ന സമയത്തൊക്കെ പോയി ഈശോയുടെ അടുക്കൽ ഒന്ന് ഇരിക്കുക, ഒന്ന് കാണുക. ഈശോയും നമ്മളും തമ്മിൽ മുഖാഭിമുഖം കാണുന്ന ഒരിടമാണ് വിശ്രമ സന്ദർശനത്തോട് നമ്മൾ നേടേണ്ടത്. സ്കൂളിൽ പോകുമ്പോഴോ കിട്ടുന്ന സമയത്ത് ഒരല്പസമയം കിട്ടിയാൽ അന്നേരം ഓടി ഞാൻ എൻ്റെ ഈശോയുടെ അടുക്കലേക്ക് ചെല്ലും, അവൻ്റെ അടുത്ത് ഇരിക്കും, അവനോട് സംസാരിക്കും, അവൻ പറയുന്നത് കേൾക്കും. ഇത് നമ്മൾ മറന്നു പോകരുത്. അടുത്ത സുഹൃത്ത് എന്താണ്? സുഹൃത ജപം. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ സുഹൃത ഡയറി തുടങ്ങുന്നതിൻ്റെ ഒരു കാരണം ഈ സുഹൃത ജപമാണ്. അൽഫോൻസാമ്മ പറയും, കുഞ്ഞേട്ടനും കൂട്ടുകാർക്കൊക്കെ ചാമ്പങ്ങ കൊടുത്തിട്ട് സുഹൃത ജപം ചെല്ലാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെയാണെങ്കിലും അവർ സുഹൃത ജപം ചെല്ലാൻ വേണ്ടി ഒരു ശീലം കിട്ടും. നമുക്ക് മനസ്സ് വെച്ചാൽ നടക്കും. നമുക്ക് സമയം ഒട്ടും വേണ്ടാത്ത ഒരു ഭക്തകൃത്യമാണ് സുഹൃത ജപം. ഈ സുഹൃത ജപം ഒരു ചെല്ലുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്നറിയാമോ? എൻ്റെ ഈശോയെ, നിനക്ക് എൻ്റെ ഹൃദയത്തിൽ ഇതാ സുഹൃത ജപങ്ങൾ കൊണ്ട് തീർത്ത ഒരു മെത്ത ഞാൻ ഒരുക്കുന്നു. ഓരോ സുഹൃത ജപം ചെല്ലുമ്പോഴും ഈ ഒരു ആഗ്രഹം മനസ്സിൽ വേണം. ഏതൊക്കെ സുഹൃത ജപം ഒന്ന് പറയാമോ? ഒരു 1-2 സുഹൃത ജപം പറയാമോ? ഈശോയെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഇത് പറയുമ്പോൾ ആ സ്നേഹം വളരെയാണ് നമ്മൾ. പിന്നെ വേറെ എന്താ ആർക്കറിയാം? എൻ്റെ അമ്മ, എൻ്റെ ആശ്രയമേ, എൻ്റെ കർത്താവ്, എൻ്റെ ദൈവമേ. നമ്മളിതിങ്ങനെ ഉരുവിട്ടുകൊണ്ട് ആവർത്തിച്ച് ഉരുവിട്ട് നമ്മൾ ആ ഒരു സ്നേഹത്തിലായിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിന്നും പാപങ്ങൾ, തിന്മ വിട്ടുപോകും. അപ്പോൾ ഈശോ അവിടെ വസിക്കും. പരമാവധി ഒരു ദിവസം എത്ര സുഹൃദയം ചെല്ലാൻ പറ്റുമെന്ന് ആലോചിക്കണം. അടുത്ത സുഹൃത്ത് എന്താണ്? ബൈബിൾ പാരായണം. ബൈബിൾ പാരായണം. ഈ ബൈബിൾ പാരായണം ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇത് ഈശോ നമ്മളോട് സംസാരിക്കുന്നതാണ്, ദൈവം നമ്മളോട് സംസാരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈശോയുടെ അടുക്കൽ പോകുന്നത് എന്തിനാണ്? വചനം വായിക്കാനല്ല, ഈശോയുടെ സ്വരം ശ്രവിക്കാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾ ഓരോ ദിവസവും പ്രഭാതത്തിൽ ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്, ഈ ദിവസം എന്നോട് എൻ്റെ ഈശോ എന്തായിരിക്കും പറയുന്നത് എന്ന് അറിയാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ച് വചനം തുറന്ന് ഒരു ഭാഗം എടുത്ത് വചനം ഈശോ തരുമ്പോൾ അത് നമ്മൾ സ്വീകരിക്കണം. അപ്പോൾ ചിലപ്പോൾ നമ്മൾ വഴക്ക് പറയും, ചിലപ്പോൾ നമ്മൾ തിരുത്തും. ഈ ഒരു വചനം കേട്ടുകൊണ്ട്, ഈശോയുടെ വചനം കേട്ടുകൊണ്ട് നമ്മൾ ദിവസത്തെ ആരംഭിക്കണം. എല്ലാ ദിവസവും പ്രഭാതത്തിൽ ഉണർന്ന് അവിടുത്തെ അന്വേഷിക്കുന്നതിന് കൃപ ലഭിക്കുമെന്ന് വചനം പറയും. ഓക്കെ, അടുത്തത് എന്താണ് സുഹൃത്തുക്കളുടെ നമ്മൾ കാണുന്നത്? ആശയടക്കം. ആശയടക്കം എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത്? ഒരു സാധനത്തെ കൂടുതലായിട്ട് ആഗ്രഹിക്കുമ്പോൾ ഈശോയ്ക്ക് വേണ്ടി അത് വേണ്ടെന്ന്. ആശയടക്കം ഉദ്ദേശിക്കുന്നത് ഇന്ന് ഒരുപാട് വിശാലമായി ചിന്തിക്കാവുന്ന കാര്യമാണ്. എന്നറിയാം, നിങ്ങൾ ചില കുട്ടികൾ കാണാം, എനിക്ക് ഇന്ന ഭക്ഷണം വേണം, എനിക്ക് ഇന്നത് മാത്രമേ പറ്റൂ, വീട്ടിലുണ്ടാക്കി വെച്ചിരിക്കുന്ന ഒന്നും പറ്റിയല്ല, അപ്പോൾ എനിക്ക് ഇന്നത് തന്നെ വേണം. അത് തെറ്റായ ഒരു രീതിയാണ്. അതുപോലെ തന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ ആശയടക്കം പാലിക്കേണ്ട ഒരു തലമാണ് മൊബൈൽ ഫോൺ. ഇന്ന് ഒരിക്കലും അതിനെ നിയന്ത്രിക്കാൻ പറ്റാത്ത വിധം ഇന്ന് കൊച്ചു കുട്ടികൾ പോലും ഇതിന് അഡിക്റ്റ് ആയിരിക്കുകയാണ്. അത്യാവശ്യത്തിനല്ലാതെ ഞാൻ ഈ മൊബൈൽ ഫോൺ ഉപയോഗിക്കില്ല എന്ന് തീരുമാനിക്കുക. ഇതൊക്കെ നമുക്ക് ആശയടക്കുന്ന ഇതിലാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ പിടിവാശി, ആശയടക്കം ഉണ്ടെങ്കിൽ ഇതെല്ലാം മാറും. ചിലപ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമായിരിക്കും, നമ്മളത്
വേണ്ടാന്ന് വെക്കേണ്ട സാഹചര്യം വന്നാൽ വേണ്ടാന്ന് വെക്കുന്നു. നമുക്ക് അടുത്ത സുഹൃത്തുക്കളിൽ കാണുന്നതാണ് പരോപകാര പ്രവൃത്തി, അല്ലേ? നമുക്കത് എങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കും? ഇപ്പോൾ നിങ്ങൾ വീട്ടിൽ മാതാപിതാക്കളെ സഹായിക്കുന്നു, അവർക്ക് ആവശ്യമായ അവർ പറയുന്ന അനുസരിക്കുന്നു. ഇതൊക്കെ നമുക്ക് അവരിന് ചെയ്യുന്ന നന്മയാണ്. വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചൻ കേട്ടിട്ടുണ്ടോ? ചാവറയച്ചൻ ഇങ്ങനെ പറയുമായിരുന്നു, അവരനു വേണ്ടി നഷ്ടപ്പെടുത്താത്ത ദിനങ്ങൾ അത്രയും നിന്റെ ആയുസ്സിൻ്റെ പുസ്തകത്തിൽ നഷ്ടമായിരിക്കുമെന്നും. അപ്പോൾ നമുക്ക് മറ്റുള്ളവരെ കഴിയുന്ന വിധത്തിൽ മറ്റുള്ളവരെ സഹായിക്കാൻ നമുക്ക് സാധിക്കണം. ഇപ്പോൾ കണക്കറിയത്തില്ലാത്ത ഒരാൾ നിങ്ങൾക്ക് കണക്ക് നന്നായിട്ട് അറിയാം, നിങ്ങൾ ആ കുട്ടിയെ സഹായിക്കാൻ സാധിക്കുന്നു, അതൊക്കെ വലിയ പരോപകാരമാണ്. മറ്റുള്ളവർ ഏത് വിധത്തിൽ നമുക്ക് സഹായിക്കാൻ സാധിക്കുന്നു. അപ്പോൾ ആ സ്നേഹത്തിൻ്റെ പ്രവൃത്തിയാണ് പരോപകാര പ്രവൃത്തി എന്ന് പറയുന്നത്. അപ്പോൾ സ്വർഗത്തിൽ എത്തിച്ചേരാൻ നമ്മളെ പരിശീലിപ്പിക്കുന്ന ഒരു വലിയ ഡയറിയാണ് ഈ സുഹൃത ഡയറി. അങ്കിള് പറഞ്ഞില്ലേ ഈ സുഹൃത ഡയറിക്കകത്ത് 2 കാര്യങ്ങളുണ്ടെന്ന്. അതിനകത്ത് രണ്ടാമത്തെ കാര്യം ഏതാ? ഇന്ന് മിഷൻ കേന്ദ്രങ്ങളിലൊക്കെ പ്രവർത്തനങ്ങളിലൊക്കെ എത്രയോ പേര് ക്രിസ്ത്യാനികളായിരിക്കുന്നതിൻ്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്നു, ഇല്ലേ? എത്രയോ പേരെ കൊല്ലുന്നു. എന്തുവേണ്ടിയാ? ക്രിസ്ത്യാനികളായിരിക്കുന്നു, ഈശോയിൽ വിശ്വസിക്കുന്നതിൻ്റെ പേരിൽ ഇന്നും ലോകത്ത് പീഡിപ്പിക്കപ്പെടുന്നവരുണ്ട്, അല്ലേ? മിഷൻ കേന്ദ്ര പ്രവർത്തനങ്ങളിൽ ഒക്കെ ഏർപ്പെട്ടിരിക്കുന്നവർ. അപ്പോൾ നമ്മൾ ഈ സുഹൃത്തുക്കൾ ഇത് നമ്മൾ ചെല്ലുന്നതോടൊപ്പം തന്നെ അനുഷ്ഠിക്കുന്നതോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നു? നമ്മൾ ഈ സുഹൃത്തുക്കൾ ശേഖരിച്ചുകൊണ്ട് നമ്മുടെ മിഷൻ കേന്ദ്രങ്ങൾക്ക് പ്രാർത്ഥനാ സഹായമായിട്ട് നമ്മൾ അയച്ചു കൊടുക്കുന്നു. ഉണ്ട്, ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറഞ്ഞതുപോലെ നമ്മൾ നമ്മുടെ ആത്മീയ ജീവിതത്തെ വളർത്തുന്നു, സ്വർഗയാത്രയിൽ നമ്മൾ നടക്കുന്നു. അതോടൊപ്പം തന്നെ വിശ്വാസത്തിന് വേണ്ടി ജീവത്യാഗം സഹിക്കേണ്ടി വരുന്നവർക്ക് ശക്തി ലഭിക്കുവാൻ വേണ്ടി അവർക്ക് പ്രാർത്ഥനയുടെ വലിയ സപ്പോർട്ട് നമ്മൾ കൊടുക്കുകയാണ്. ഈ സുഹൃത്തുക്കൾ അവർക്ക് വേണ്ടി നമ്മൾ കാഴ്ചവെക്കുമ്പോൾ ഇത് അൽഫോൻസാമ്മ തന്നെ പറഞ്ഞു തന്നാണ്. ഈ കുഞ്ഞേട്ടനോട് പറഞ്ഞു, ഈ സുഹൃദേവൻ ചൊല്ലി നിങ്ങൾ മിഷന് വേണ്ടി കാഴ്ചവെക്കണമെന്ന്. മിഷൻ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ശക്തി ലഭിക്കുവാൻ വേണ്ടി, ആ പ്രവർത്തനങ്ങൾ മനോഹരമാക്കി തീർക്കുവാൻ വേണ്ടി, ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കാനുള്ള ശക്തി ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഈ സുഹൃത്തുക്കൾ അവർക്ക് നിയോഗത്തോടെ കാഴ്ചവെക്കണം. സുഹൃത്തുക്കളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഞങ്ങൾക്കിപ്പോൾ തോന്നുന്നത് നല്ല പ്രാധാന്യമുള്ള ഒരു ഡയറിയാണെന്നാണ്. സാധിക്കുന്ന ദിവസമെല്ലാം ദിവ്യബലിയിൽ പങ്കെടുക്കും, യോഗ്യതയോടെ വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്യും. പറ്റുന്ന പോലെ എല്ലാ ദിവസവും വിശുദ്ധ കുർബാന സന്ദർശനം നടത്തും. ഞാൻ ഈശോയെ പറ്റുന്നത് പോലെ ശ്രമിക്കും. അതുപോലെ തന്നെ മറ്റുള്ളവരെ സഹായിക്കുക. ഞാൻ എൻ്റെ ഹൃദയത്തിൽ ഒരു മെത്ത ഈശോയ്ക്ക് വേണ്ടി പണിയും. സുഖദേവത്തിലൂടെ മെത്ത ഈശോയ്ക്ക് വേണ്ടി പണിയുക. കൂടുതൽ ജപമാലകൾക്ക്. അപ്പോൾ സ്നേഹമുള്ള കുട്ടികളെ, നമുക്ക് ഏറ്റവും ശ്രദ്ധയോടെയും ഏറ്റവും കൃത്യതയോടെയും ആത്മാർത്ഥമായിട്ടും നമുക്ക് ഈ സുഹൃത ഡയറി നമുക്ക് കൈകാര്യം ചെയ്യാൻ തീരുമാനമെടുക്കാം. നിങ്ങൾ മറ്റുള്ളവരോടും പറഞ്ഞു കൊടുക്കുക. ഇത് നമ്മുടെ തന്നെ ആത്മീയ ജീവിതത്തിന് ഏറ്റവും അധികം ഉപകരിക്കുന്നതാണ്, നമ്മുടെ സ്വർഗയാത്രയിൽ നമ്മളെ സഹായിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ മിഷൻ കേന്ദ്രങ്ങളിൽ ജോലി ചെയ്യുന്നവരെ, പ്രവർത്തിക്കുന്നവരെ, ഈശോയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്നവരെ സഹായിക്കുവാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഒരു നിമിഷം നമുക്ക് കരങ്ങൾ കൂട്ടിപ്പിടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം. ഇത് ഈശോ നമുക്ക് നൽകിയ, സംഘടനയോട് നൽകിയ ഒരു വലിയൊരു അവസരമാണ്, സാധ്യതയാണ്. നമുക്ക് ഈശോയുടെ അടുക്കൽ എത്തിച്ചേരാൻ ഓരോ ദിവസവും ആത്മശോധന ചെയ്യുവാൻ നമ്മളെ സഹായിക്കുന്ന ഈ സുഹൃത ഡയറി ഏറ്റവും കൃത്യതയോടെ ആത്മാർത്ഥമായിട്ട് കൈകാര്യം ചെയ്ത് വിശുദ്ധിയോടെ ജീവിച്ച് വിശുദ്ധരായി തീർന്ന് സ്വർഗത്തിലെത്തിച്ചേരുവാൻ നമ്മളെ ഓരോരുത്തരെയും ഈ അനുഗ്രഹിക്കണമെന്ന് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. ഈശോ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരുന്ന ജീവന്റെ കിരീടം എന്ന ഈ പ്രോഗ്രാം നമുക്കെല്ലാവർക്കും അഭിഷേകമായി അനുഗ്രഹമായി മാറി എന്ന് കരുതുന്നു. ഈശോയെ കൂടുതൽ അറിയുവാനും അവന്റെ സ്നേഹത്തിൽ കൂടുതൽ ആഴപ്പെടുവാനും നമ്മുടെ ആത്മീയ ജീവിതത്തെ പരിപോഷിപ്പിക്കുവാനും കൂടുതൽ വിശുദ്ധിയിൽ ജീവിക്കുവാനും ഇന്നത്തെ ഈ പ്രോഗ്രാം നാം ഏവരെയും ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ആത്മീയ ജീവിതത്തെ കൂടുതൽ പരിപോഷിച്ച് ഭൂമിയിലെ ജീവിതയാത്രയിൽ നന്നായി മുൻപോട്ട് പോയി നിത്യജീവന്റെ കിരീടത്തിന് അവകാശികളായി മാറുവാനാണ് നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നത്. അതിനായി നമുക്ക് ഇനിയുള്ള ഓരോ ദിവസങ്ങളിലും പ്രയത്നിക്കാം, പ്രാർത്ഥിക്കാം. നാം ഓരോരുത്തർക്കും പരിശ്രമിക്കാം. കൂടുതൽ കൂടുതൽ നന്മകൾ ചെയ്ത് സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ നിത്യജീവന്റെ കിരീടത്തിന് നാം ഓരോരുത്തരും അവകാശിയായി മാറുന്നത് വരെ പോരാടാം. എൽറോയ്
എൽറോയ് മീഡിയ മിനിസ്ട്രി ഒരുക്കുന്ന ജീവന്റെ കിരീടം എന്ന ഈ പ്രോഗ്രാം എല്ലാ ബുധനാഴ്ചയും വൈകുന്നേരം 4:30-നും, വ്യാഴാഴ്ച രാത്രി 12:30-നും, വെള്ളിയാഴ്ച പ്രഭാതത്തിൽ 2:30-നും നമ്മുടെ ഗുഡ്നസ് ടിവിയിൽ നമുക്ക് കാണാവുന്നതാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ വിളിച്ച് അറിയിക്കുമല്ലോ. ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ TV സ്ക്രീനിൽ താഴെ കാണാവുന്നതാണ്. അടുത്തയാഴ്ച ഇതേ സമയം ഇതേ ദിവസം കണ്ടുമുട്ടുന്നത് വരെ നാം എല്ലാവരെയും ദൈവം സമൃദ്ധമായും അനുഗ്രഹിക്കട്ടെ. ആമേൻ.